രാമു ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. രാമു ഒരു ദിവസം ബൈക്കിൽ കോളേജിൽ തിരിച്ചു വരുന്ന വഴിക്ക് രാമു ശ്രദ്ധിച്ചു, ബൈക്കിൽ പെട്രോൾ തീരാറായി. രാമു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. തിരിച്ച് വീട്ടിലെത്തി രാമു നോക്കുമ്പോഴാണ് പെട്രോൾ പമ്പിൽ നിന്ന് ബാക്കി കാശ് മേടിക്കാൻ മറന്നുപോയ കാര്യം അറിയുന്നത്. ഇതൊരു കഥയാണ്. ഈ ഒരു കഥ വേറൊരാള് ഇതിന്റെ സന്ദർഭം ഒന്ന് മാറ്റി എന്ന് വിചാരിക്കുക. അതായത് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാമുവിനെ നമ്മളൊരു സ്കൂൾ വിദ്യാർത്ഥിയാക്കി. ബൈക്കിന് പകരം നമ്മളൊരു സൈക്കിളും കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കഥയൊന്ന് കേട്ട് നോക്കാം. രാമു ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ്. ഒരു ദിവസം സൈക്കിളില് രാമു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് സൈക്കിളില് ടയറില് കാറ്റ് കുറവാണെന്ന് ശ്രദ്ധിച്ചത്. രാമു അടുത്തുള്ള ഒരു സൈക്കിൾ കടയിൽ കയറി കാറ്റടിച്ചു. രാമു തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴാണ് രാമു തിരിച്ചറിയുന്നത് പെട്രോൾ പമ്പിൽ നിന്ന് ബാക്കി കാശ് മേടിക്കാൻ മറന്നുപോയി. ഈ രണ്ടാമത്തെ കഥയിൽ എന്താ പ്രശ്നം? നമ്മൾ ഇതിന്റെ സന്ദർഭം അപ്പാടെ മാറ്റി. കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാമുവിനെ നമ്മൾ സ്കൂൾ വിദ്യാർത്ഥിയാക്കി. ബൈക്കിന് പകരം നമ്മൾ സൈക്കിളാക്കി. പെട്രോൾ തീരുന്നതിന് പകരം പഞ്ചർ ഒട്ടിക്കുന്നതാക്കി. എന്നാല് അവസാനം ബാക്കി മേടിക്കാൻ മറന്നുപോയ ഭാഗം നമ്മൾ രണ്ടിടത്തും പറഞ്ഞത് രാമു പെട്രോൾ പമ്പിൽ നിന്ന് ബാക്കി മേടിക്കാൻ മറന്നുപോയി. അപ്പൊ ഈ രണ്ട് കഥയും നമ്മുടെ കയ്യിൽ കിട്ടി. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? രണ്ടാമത്തെ കഥയില് സന്ദർഭം മുഴുവൻ മാറിയെങ്കിലും അതിൽ അവസാനത്തെ വാക്ക് യോജിക്കുന്നത് ആ ഒറിജിനൽ കഥ, അതായത് രാമു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന ഭാഗത്ത് മാത്രമാണ്. ഇത് ഈ കോപ്പി അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെ എഡിറ്റോറിയൽ ഫറ്റീഗ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ആദ്യം സിനോപ്റ്റിക് ഗോസ്പൽ എന്താണെന്ന് സംസാരിച്ചു. അതായത് മത്തായിയും മർക്കോസും ലൂക്കോസും ഇവ പരസ്പരം കോപ്പി അടിച്ചിട്ടുണ്ട്. അതായത് വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ്, പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് മിക്ക ഭാഗങ്ങളും നമ്മൾ കോപ്പി അടിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത് ഇവ കോപ്പി അടിക്കുക മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ ചില വാക്കുകൾ, ചില സെന്റൻസുകൾ, ചില കാര്യങ്ങൾ ഒക്കെ മാറ്റിയിട്ടുണ്ട്, ചില എഡിറ്റിംഗ് നടത്തി. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന്റെ അവസാനം പറഞ്ഞ ആ എഡിറ്റോറിയൽ ഫറ്റീഗാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു 3 ഉദാഹരണങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വിശ്വാസികൾ ബൈബിൾ വായിക്കുമ്പോൾ അവര് സൂക്ഷ്മതയോടെ വായിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ ഇന്ന് ഈ കാണാൻ പോകുന്ന ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ക്രിസ്ത്യാനികൾക്ക് വളരെ പരിചയമുള്ള ഒരു കഥയാണ് യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയ കഥ. ആ കഥ മർക്കോസിൽ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. ചുറ്റുമുള്ള പട്ടണങ്ങളിൽ സുവിശേഷം അറിയിച്ച് തിരിച്ചു വന്ന ശിഷ്യന്മാര് വളരെയേറെ തളർന്നിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോകാം. അവര് ഒരു ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ യേശുവും ശിഷ്യന്മാരും ആ സ്ഥലത്ത് പോകുന്നത് കണ്ട് ജനക്കൂട്ടവും അവരുടെ പുറകെ പോകുന്നു. ആ ജനക്കൂട്ടത്തെ കണ്ട് യേശുവിന് അനുകമ്പ തോന്നി. യേശു അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിച്ച് സമയം വൈകിയപ്പോൾ ശിഷ്യന്മാര് വന്ന് യേശുവിനോട് പറഞ്ഞു, ഇതൊരു ഏകാന്ത സ്ഥലമാണ്, ഈ ജനക്കൂട്ടത്തോട് പറയൂ ഇതിന് ചുറ്റുമുള്ള പട്ടണങ്ങളിലും ഊരുകളിലും ഒക്കെ പോയി ഭക്ഷണം മേടിച്ച് കഴിക്കൂ എന്ന്. അപ്പോ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ആ 5 അപ്പവും 2 മീനും യേശു മേടിച്ച് പ്രാർത്ഥിച്ച് അത് നുറുക്കി ജനക്കൂട്ടത്തിന് കൊടുത്തു. അങ്ങനെ ആ ജനക്കൂട്ടത്തിന് വയറ് നിറയെ ഭക്ഷണം കിട്ടി. ബാക്കി വന്ന ഭക്ഷണം 12 കൊട്ട ഉണ്ടായിരുന്നു. ഇതാണ് മർക്കോസിലെ കഥ. എന്നാല് ലൂക്കോസില് ഇതേ കഥ വിവരിച്ചിട്ടുണ്ട്. ഇതില് യേശുവും ശിഷ്യന്മാരും പോകുന്നത് ബത്സൈദ എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണ്. ഈ ബത്സൈദ എന്ന വാക്കിനർത്ഥം മീനുകളുടെ വീട്. അതായത് ബെത്ലഹേം എന്ന് പറയുന്നത് അപ്പത്തിന്റെ വീട് എന്ന് പറയുന്ന പോലെ ബത്സൈദ എന്ന് പറഞ്ഞാല് മീനുകളുടെ വീടാണ്. ഇതൊരു പട്ടണമാണെന്ന് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. നമുക്ക് വേറൊരു കാര്യം അറിയാവുന്നത്, ഈ ബത്സൈദ എന്ന് പറയുന്ന പട്ടണം ഈ ഗലീലി തടാകത്തിന്റെ ചുറ്റുമുള്ള ഒരു പ്രദേശമാണ്. ഇനി നമുക്ക് തിരിച്ച് ലൂക്കായുടെ ഈ വിവരണത്തിലേക്ക് വരാം. ലൂക്ക പറയുന്നത് ഇവര് ബത്സൈദയിൽ എത്തുന്നു, ജനങ്ങൾ ഇവരുടെ പുറകെ വരുന്നു, യേശു അവരെ പഠിപ്പിക്കുന്നു. ഇനി ശിഷ്യന്മാര് പറയുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം. ശിഷ്യന്മാർ വന്ന് പറയുന്നത്, നമ്മൾ ഈ മരുഭൂമിയിലായിരിക്കെ ജനങ്ങളോട് ഇതിനു ചുറ്റുമുള്ള പട്ടണങ്ങളിലും ഊരുകളിലും പോയി ഭക്ഷണം വാങ്ങി കഴിക്കാൻ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു വായിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ലൂക്കാ സുവിശേഷകൻ പറയുന്നത് ഈ ഒരു ബത്സൈദ എന്ന് പറയുന്ന
പട്ടണത്തിലാണ്. പട്ടണത്തിൽ എന്തായിരുന്നാലും ഭക്ഷണം മേടിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ബത്സൈദ എന്ന് പറയുന്ന പട്ടണം മരുഭൂമിയിലല്ല, അതൊരു തടാകത്തിന്റെ കരയിലാണ്. അപ്പോ എന്തായിരിക്കാം ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ മർക്കോസിന്റെ സുവിശേഷത്തില് ഇവരൊരു ഏകാന്ത സ്ഥലത്താണ്. അപ്പോ ഏകാന്ത സ്ഥലത്ത് നിന്ന് ഭക്ഷണം മേടിക്കണം എന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള ഊരുകളിലും പട്ടണങ്ങളിലും പോയേ പറ്റത്തുള്ളൂ. പക്ഷേ ലൂക്കാ സുവിശേഷകൻ ഈ സന്ദർഭത്തെ ചെറുതായിട്ടൊന്ന് മാറ്റി. അത് ബത്സൈദ എന്ന് പറയുന്ന പട്ടണത്തിൽ കൊണ്ടുവച്ചു. പക്ഷേ എഴുതി 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 വന്നപ്പോഴ് ലൂക്കാ സുവിശേഷകൻ ഈ സന്ദർഭത്തിനനുസരിച്ചുള്ള മാറ്റം കഥയിൽ വരുത്തിയില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാര് പട്ടണത്തിലായിരിക്കെ പറഞ്ഞത് ഈ മരുഭൂമിക്ക് ചുറ്റും എന്നുള്ള വാക്ക് വന്നു. ഇങ്ങനെ ഇതാണ് എഡിറ്റോറിയൽ ഫെറ്റീഗിന്റെ ഒന്നാമത്തെ ഉദാഹരണം. യേശു പഠിപ്പിച്ച പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉപമയാണ് വിതക്കാരന്റെ ഉപമ. ഈ ഉപമ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാം. വിതക്കാരന്റെ ഉപമ മർക്കോസിന്റെ സുവിശേഷത്തില് ഇങ്ങനെയാണ്. മർക്കോസിലെ യേശു പറയുന്നു, വിതക്കാരൻ വിതയ്ക്കാൻ ഇറങ്ങുന്നു. വിതക്കാരൻ വിതയ്ക്കുന്ന ചില വിത്തുകൾ പാറപ്പുറത്ത് വീഴുന്നു. പാറപ്പുറത്ത് വീണ വിത്തുകൾ പെട്ടെന്ന് മുളച്ചു പൊങ്ങുന്നു. എന്നാൽ ഈ മുളച്ചു പൊങ്ങിയ ചെടികൾക്ക് വേരില്ലാത്തത് കൊണ്ട് സൂര്യതാപമേറ്റ് അത് കരിഞ്ഞു പോകുന്നു. മർക്കോസിലെ യേശു ഇപ്രകാരമാണ് വിതക്കാരന്റെ ഉപമയുടെ വിശദീകരണം നൽകുന്നത്. പാറപ്പുറത്ത് വീണ വിത്ത് എന്ന് പറയുന്നത് വചനമാണ്. ആ വചനത്തിൽ നിന്ന് ഉണ്ടായ വിശ്വാസമാണ് ആ ചെടി. എന്നാൽ ആ ചെടിക്ക് വേരില്ലാത്തത് കൊണ്ട് സൂര്യതാപം ഏൽക്കുമ്പോൾ, അതായത് പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാവുമ്പോൾ ആ വിശ്വാസം നശിച്ചു പോകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാറപ്പുറത്ത് വീണ വിത്തിൽ നിന്നുണ്ടായ ചെടിക്ക് വേരില്ലാത്തത് കൊണ്ടാണ് അത് കരിഞ്ഞു പോയത്. നമുക്ക് ഇതേ ഉപമ ലൂക്കായിലും കാണാം. ലൂക്കായിലെ യേശു പറയുന്നു, വിതക്കാരൻ വിതയ്ക്കാൻ ഇറങ്ങുന്നു. എന്നാൽ വിതക്കാരൻ വിതച്ച ചില വിത്തുകൾ പാറപ്പുറത്ത് വീഴുന്നു. പാറപ്പുറത്ത് വീണ വിത്തുകള് നനവില്ലാത്തത് കൊണ്ടാണ് അത് നശിച്ചു പോകുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മർക്കോസിലെ യേശു പറയുന്നത് പാറപ്പുറത്ത് വീണ വിത്തിന് വേരില്ലാത്തത് കൊണ്ടാണ് നശിച്ചു പോകുന്നത്. ലൂക്കായിലെ യേശു പറയുന്നത് പാറപ്പുറത്ത് വീണ വിത്തിന് നനവില്ലാത്തത് കൊണ്ടാണ് അത് നശിച്ചു പോകുന്നത്. എന്നാൽ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ ലൂക്കായിലെ യേശു പറയുന്നു, പാറപ്പുറത്ത് വീണ വിത്ത് പെട്ടെന്ന് മുളച്ചു പൊങ്ങുന്നു, വേരില്ലാത്തത് കൊണ്ട് അത് നശിച്ചു പോകുന്നു. ഇതേ വിശദീകരണം നമ്മൾ മർക്കോസിലും കണ്ടു. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന ഉപമയിൽ വേരിനെ കുറിച്ച് എന്തെങ്കിലും ലൂക്കായിലെ യേശു പറയുന്നുണ്ടോ? എന്നാൽ വിശദീകരണത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ലൂക്കാ സുവിശേഷകൻ മർക്കോസിന്റെ സുവിശേഷം നോക്കി ഉപമ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തി. എന്നാൽ ഉപമയ്ക്ക് ചേർന്ന മാറ്റം ഉപമയുടെ വിശദീകരണത്തിൽ കൊടുക്കാൻ ലൂക്കായുടെ സുവിശേഷകൻ മറന്നുപോയി. മർക്കോസിൽ എന്ത് വിശദീകരണമാണോ കൊടുത്തിരുന്നത് അത് അതേപടി ലൂക്കാ സുവിശേഷകൻ എഴുതി വെച്ചു. ഇത് എഡിറ്റോറിയൽ ഫെറ്റീഗ് ആണ്. നിങ്ങൾക്ക് ബൈബിൾ നോക്കി വെരിഫൈ ചെയ്യാവുന്നതാണ്. ആ വചനങ്ങൾ ഞാൻ സ്ക്രീനിലും കാണിച്ചിട്ടുണ്ട്. നമുക്ക് അവസാനത്തെ ഉദാഹരണം പരിശോധിക്കാം. മർക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും സ്നാപക യോഹന്നാന്റെ വധത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തില് മർക്കോസിലെ ഹെറോദിയായിക്ക് സ്നാപക യോഹന്നാനോട് ദേഷ്യമുണ്ട്. എന്നാൽ മർക്കോസിലെ ഹെറോദാസിന് സ്നാപക യോഹന്നാനെ കേൾക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. സ്നാപക യോഹന്നാനോട് ഒരു ഭയവും ഭക്തിയും ഉണ്ടായിരുന്നു. എന്നാൽ ഹെറോദാസ് രാജാവിന് മുന്നില് വളർത്തുമകളായ ശലോമി നൃത്തം ചെയ്തതുകൊണ്ട് ഹെറോദാസ് രാജാവ് ശലോമിക്ക് ഒരു വാക്ക് കൊടുക്കുന്നു. ശലോമി ആവശ്യപ്പെട്ട പ്രകാരം സ്നാപക യോഹന്നാനെ ഹെറോദാസ് വധിക്കുന്നു. ഇതുകൊണ്ട് തന്നെ മർക്കോസിലെ ഹെറോദാസിന് സ്നാപക യോഹന്നാൻ കൊല്ലപ്പെടുന്നതില് വിഷമമുണ്ട്. കാരണം മർക്കോസിലെ ഹെറോദാസ് സ്നാപക യോഹന്നാൻ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. ഇനി മത്തായിലും ഇതേ കഥയുണ്ട്. മത്തായിലെ ഹെറോദാസ് സ്നാപക യോഹന്നാനെ കൊല്ലാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം കൊല്ലാതിരുന്നതിനുള്ള കാരണം മത്തായിലെ ഹെറോദാസിന് ജനങ്ങളെ പേടിയായിരുന്നു. എന്നാല് ഇതേ സംഭവങ്ങൾ നടക്കുന്നു. ശലോമി നൃത്തം ചെയ്യുന്നു. ഹെറോദാസിനോട് സ്നാപക യോഹന്നാന്റെ ശിരസ് ആവശ്യപ്പെടുന്നു. ഹെറോദാസ് സ്നാപക യോഹന്നാനെ വധിക്കുന്നു. ഇനി മത്തായിലെ ഹെറോദാസ് വിഷമിക്കുന്നതായിട്ടാണ് മത്തായിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. മത്തായിലെ ഹെറോദാസിന് സ്നാപക യോഹന്നാനെ കൊല്ലാൻ താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യത്തിനൊത്താണ് കാര്യങ്ങൾ നടന്നത്. അപ്പോ മത്തായിലെ ഹെറോദാസ് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? മർക്കോസിലാണെങ്കിൽ അതിനൊരു ലോജിക്കുണ്ട്. കാരണം മർക്കോസിലെ ഹെറോദാസിന് സ്നാപക യോഹന്നാൻ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. മർക്കോസിലെ ഹെറോദാസിന് സ്നാപക യോഹന്നാനോട് ഒരു സ്നേഹവും ഭയവും ഭക്തിയും ഉണ്ടായിരുന്നു. ഇവിടെ എന്തായിരിക്കും സംഭവിച്ചത്? ഇവിടെ മർക്കോസിന്റെ സുവിശേഷം നോക്കി
മത്തായി കോപ്പി അടിക്കുന്നു. മർക്കോസിലെ ഹെറോദിയായിക്ക് പകരം മത്തായില് ഹെറോദാസിനാണ് സ്നാപക യോഹന്നാനോട് ദേഷ്യമുള്ളത്. അവിടെ ആ വ്യത്യാസം വരുത്തിയെങ്കിലും എന്നാൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ അതിന് അനുയോജ്യമായിട്ടുള്ള മാറ്റം വരുത്താൻ മത്തായി വിട്ടുപോയി. അതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഈ കഥയുടെ തുടക്കത്തിൽ മാറ്റമുണ്ട്, എന്നാൽ ഈ കഥയുടെ അവസാന ഭാഗത്തിന് ഒരു മാറ്റവും ഇല്ലാതാണ്. ഇവിടെ ഒരു ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി മത്തായി കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നാൽ ഈ ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി നമ്മൾ മർക്കോസിൽ കാണത്തുമില്ല. നമ്മൾ 3 ഉദാഹരണങ്ങൾ കണ്ടിട്ട് ഈ 3 ഉദാഹരണങ്ങളിലും മർക്കോസിന്റെ സംഭവ വിവരണം എന്ന് പറയുന്നത് വളരെ ലോജിക്കലാണ്. അവരുടെ ആദ്യത്തെ സന്ദർഭം എന്താണോ ആ സന്ദർഭത്തിനനുസരിച്ചുള്ള ഡയലോഗുകൾ, അതിനനുസരിച്ചുള്ള എക്സ്പ്ലനേഷനുകൾ ഒക്കെയാണ് നമ്മൾ ഈ കഥകളിലെല്ലാം കണ്ടത്. എന്നാൽ ഈ മർക്കോസ് നോക്കി എഴുതുന്ന മത്തായിലും ലൂക്കായിലും നമ്മൾ കാണുന്നത് ഈ സുവിശേഷകര് അവരുടേതായ ചില മാറ്റങ്ങൾ തുടക്കത്തിൽ വരുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവസാനത്തിൽ നമ്മൾ കാണുന്നില്ല. മറിച്ച് മർക്കോസിന്റെ അവസാനം എന്താണോ അത് അതേപടി എടുത്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ഇത് ആദ്യത്തെ മാറ്റത്തിന് ചേരുന്ന പോലുള്ള അവസാനങ്ങൾ പോലുമല്ല ഈ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നു. ഉദാഹരണത്തിന് നമ്മൾ കണ്ടു 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്ന ഭാഗം ലൂക്കായിൽ വരുമ്പോൾ ഈ സംഭവം നടക്കുന്നത് ബെത്സൈദ പട്ടണത്തിലാണെങ്കിലും അതിന്റെ അവസാനം ശിഷ്യര് വന്ന് ചോദിക്കുന്നു ഈ മരുഭൂമിയിൽ ഇവർക്ക് എന്താണ് കൊടുക്കാനുള്ളത് എന്ന്. തുടക്കത്തില് ലൂക്കാ സുവിശേഷൻ വിദഗ്ധമായിട്ട് ആ ലൊക്കേഷൻ പട്ടണത്തിലേക്ക് മാറ്റിയെങ്കിലും ശിഷ്യരുടെ അവസാനത്തെ ഡയലോഗ് മാറി. അത് മർക്കോസിന്റെ അതേ ഡയലോഗായി മാറി. അല്ലെങ്കിൽ രണ്ടാമത്തെ ഉദാഹരണത്തിനകത്ത് നമ്മൾ വീണ്ടും കണ്ടു ഉപമ പറയുമ്പോൾ ആ ഉപമ അപ്പാടെ മാറ്റിയെങ്കിലും ആ ഉപമയുടെ എക്സ്പ്ലനേഷൻ മർക്കോസിലെ അതേ എക്സ്പ്ലനേഷൻ ആണ് ലൂക്ക എഴുതി വെച്ചത്. പക്ഷെ ആ എക്സ്പ്ലനേഷൻ ലൂക്ക മാറ്റിയ ഉപമയുമായിട്ട് കൂടിച്ചേർന്ന് പോകുന്നതല്ല. പിന്നീട് മൂന്നാമത്തെ ഉദാഹരണം നോക്കാം. മർക്കോസിലെ സുവിശേഷത്തില് ഹെറോദിയായിക്കാണ് സ്നാപക യോഹന്നാനോട് ദേഷ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഹെറോദാസ് രാജാവിന് സ്നാപക യോഹന്നാൻ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. അപ്പൊ തന്റെ പ്രിയപ്പെട്ട ഒരാളെ കൊല്ലേണ്ടി വരുന്നതിൽ ഹെറോദാസ് രാജാവിന് വിഷമം ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ മത്തായിൽ എടുത്ത് എഴുതിയപ്പോൾ ഹെറോദാസ് രാജാവിനായി സ്നാപക യോഹന്നാനോടുള്ള ദേഷ്യം, എന്നാൽ സ്നാപക യോഹന്നാനെ കൊല്ലുമ്പോൾ ഹെറോദാസ് രാജാവിന് പിന്നെയും വിഷമം ഉണ്ടാവുക. ഇത് ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് മർക്കോസിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, ഈ എടുത്തെഴുതിയേക്കുന്ന സുവിശേഷങ്ങളിൽ കൺസിസ്റ്റൻസി ഇല്ല. അതുകൊണ്ട് തന്നെ മർക്കോസ് സുവിശേഷമാണ് ആദ്യം എഴുതിയത് എന്നുള്ള അക്കാഡമിക് പണ്ഡിതരുടെ വാദത്തിനെ ശരിവെക്കുന്ന ഒരു സെക്കൻഡറി എവിഡൻസ് ആണ്, ഒരു സപ്പോർട്ടിംഗ് തെളിവാണ് ഈ എഡിറ്റോറിയൽ ഫറ്റീഗ് എന്ന് പറയും. സിനോപ്റ്റിക് ഗോസ്പലുകളായിട്ടുള്ള മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവയെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ ആയിരുന്നു ഇത്. ഇതിനിപ്പോ 3 പാർട്സ് ഉണ്ട്. ആദ്യം സിനോപ്റ്റിക് പ്രോബ്ലം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ, അതിനകത്ത് കോപ്പി ചെയ്തേക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. രണ്ടാമത്തെ വീഡിയോ ഈ സിനോപ്റ്റിക് ഗോസ്പലുകളിൽ ഒരു കോപ്പി ചെയ്യുക മാത്രമല്ല ചില എഡിറ്റുകൾ വരുത്തിയതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇന്ന് നമ്മൾ കണ്ട ഈ വീഡിയോയിൽ നമ്മൾ ഒരു സെക്കൻഡറി എവിഡൻസ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതല്ല എന്നാൽ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന തെളിവ് ആയിട്ടുള്ള എഡിറ്റോറിയൽ ഫറ്റീഗിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 സുവിശേഷങ്ങൾ തമ്മിൽ പരസ്പരം കോപ്പി അടിച്ചിട്ടുണ്ട്. ഇതാണ് ഈ 3 വീഡിയോകളിൽ നിന്നുള്ള മെയിൻ മെസ്സേജ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങളോ കമന്റുകളോ ഒക്കെ ഉണ്ടാകാം. അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ ഒന്നുകിൽ ഞാൻ കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഈ കമന്റുകൾക്കെല്ലാം കൂടി മറുപടി എന്നുള്ള നിലയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്യാം. വേറൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി.